ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അന്നാസ് രുചിക്കൂട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ചിക്കൻ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. ഇത് സാധാ ചിക്കൻ റെസിപ്പി അല്ല, ഒരു വെറൈറ്റി ആയിട്ട് തന്നെയാണ്. കാരണം ഇതിൽ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് സവനപ്പാണ്. സവനപ്പ് കൊണ്ട് നമുക്കൊരു ചിക്കൻ ചെയ്താലോ? അപ്പോൾ അതെങ്ങനെ നോക്കാം. ഫ്രണ്ട്സ്, നമുക്ക് ആദ്യമേ ഒരു പാൻ ചൂടാക്കണം. ചൂടായ പാനിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലായിരിക്കും കൂടുതൽ നല്ലത്, അല്ലെങ്കിൽ ഒലിവ് ഓയിൽ. ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് സവാള അരിഞ്ഞെടുക്കാം. സവാള കൊത്തി അരിഞ്ഞതാണ്. ഒരു വലിയ സവാള എടുത്താൽ മതി കേട്ടോ. ഇതൊന്നും ചെറുതായിട്ടൊന്ന് വാടി വരണ വരെ ഒന്ന് മിക്സ് ചെയ്യാം. അതിനൊപ്പം തന്നെ നമുക്ക് ഗാർലിക് ഇട്ട് കൊടുക്കാം. അതായത് വെളുത്തുള്ളി നമുക്ക് ചെറുതായിട്ട് ഇതേപോലെ തന്നെ കൊത്തി അരിഞ്ഞിടാം. ഇനി നമുക്കിതിലേക്ക് സ്വല്പം ഉപ്പിട്ട് കൊടുക്കാം. അധികം ഫ്രൈ ആവണ്ട, ഒന്ന് വാടിയ വന്നാൽ മതി. ഇപ്പോൾ സവാളയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ജിഞ്ചർ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മതി. അപ്പോൾ ഇഞ്ചിയുടെയും പച്ചമണമൊക്കെ മാറിയ ശേഷം നമുക്കിതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ 1 കിലോ ചിക്കനാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ചിക്കൻ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ആദ്യം തന്നെ യൂസ് ചെയ്യാൻ പോണത് മെയിനായിട്ടുള്ള ഓയിസ്റ്റർ സോസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുന്നതാണ്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂണാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ സോയാ സോസ്, അത് നമ്മൾ ഇതേപോലെ തന്നെ 3 ടേബിൾ സ്പൂൺ യൂസ് ചെയ്തിട്ടുണ്ട്. റെഡ് ചില്ലി സോസ് നമുക്ക് ഇതേപോലെ തന്നെ ഒരു 2 ടീസ്പൂൺ യൂസ് ചെയ്താൽ മതി. ഇനി നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത് പെപ്പർ പൗഡറാണ്. അത് നമ്മുടെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 ടീസ്പൂണാണ് ഇപ്പോൾ തൽക്കാലം ഫസ്റ്റ് ആഡ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നോക്കിയിട്ട് ഇട്ടാൽ മതി. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയാണ് നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്ന മെയിനായിട്ടുള്ള വേറൊരു സെക്കൻഡ് ഇൻഗ്രീഡിയൻറ്റ്. അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇനി നമ്മളിതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് 7up ആണ് കേട്ടോ. അപ്പോൾ 7up നമുക്കിതിലേക്ക് ഒഴിക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് അളന്നെടുക്കാം. ഇപ്പോൾ ഞാനൊരു 1 കപ്പ് എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 1 കപ്പ് ധാരാളം കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ ഒന്ന് ഇതിലേക്കൊന്ന് മുങ്ങിക്കിടക്കണം, അത്രേ ഉള്ളൂ. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കാം. ഫസ്റ്റ് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു സവാള വാടുമ്പോൾ. അപ്പോൾ ബാക്കി നമുക്ക് കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ടാൽ മതി. ഇനി നമ്മളിതിലേക്ക് 2 ബേ ലീഫും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ചിക്കൻ ക്യൂബ് ഒരെണ്ണം ഒന്ന് ജസ്റ്റ് പൊടിച്ചിട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒന്നും കൂടെ. ഇപ്പം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് കാണിച്ചു തരാം. ഫ്രണ്ട്സ്, ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇത് ഓപ്പൺ ചെയ്യണം. നന്നായിട്ട് തിളച്ചിട്ടുണ്ടാവും. ഈ സമയത്ത് നമ്മുടെ ചിക്കൻ പീസൊക്കെ ഒന്ന് മിക്സ് ചെയ്തൊക്കെ ഒന്ന് കൊടുക്കാം. ഉപ്പ് നോക്കിയിടുന്നുണ്ട്, കാരണം നമ്മളിടുന്ന സോസിലെല്ലാം ഉപ്പ് ഉണ്ടാവും. അപ്പോൾ അതനുസരിച്ച് നോക്കിയിട്ട് വേണം ഉപ്പിട്ട് കൊടുക്കാൻ. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത ശേഷം തീ ഒന്ന് നമ്മൾ കുറച്ച് വയ്ക്കണം. അതായത് ഒരു ലോ ഫ്ലെയിമിലേക്ക് വയ്ക്കുക. ലോ ഫ്ലെയിമിലോട്ട് വെച്ചിട്ട് ഒരു പകുതി മൂടി വെച്ച് വേവിച്ചെടുക്കുക ബാക്കി. അതായത് നമ്മുടെ ഈ ഗ്രേവി, ഈ സോസ് ഫുള്ളായിട്ടൊന്ന് വറ്റി വരണം, നന്നായിട്ടൊന്ന് വറ്റി വരണം. ആ രീതിയിൽ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം.
ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മുടെ ഇതേ സോസൊക്കെ ചിക്കൻ്റെ സോസ് എല്ലാം നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മുടെ ചിക്കനും കറക്റ്റ് വേവെല്ലാം ആയിട്ടുണ്ട്. കളറൊക്കെ കണ്ടില്ലേ, നല്ലൊരു ചൈനീസ് ഐറ്റമാണ്. പക്ഷേ ഇത് വെറൈറ്റിയാണ്. നമ്മൾ 7up യൂസ് ചെയ്തത്. 7upൻ്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് സ്പ്രൈറ്റ് ആയാലും യൂസ് ചെയ്യാം. ഈ രണ്ടിൽ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. വളരെ ടേസ്റ്റിയാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് യൂസ് ചെയ്യണം നമ്മൾ വിനീഗറൊക്കെ യൂസ് ചെയ്യുന്നതിന് പകരം ഇതാണ്. അതായത് നമ്മുടെ ചിക്കൻ നല്ല സോഫ്റ്റ് ആവും ഈ സ്പ്രൈറ്റ് അല്ലെങ്കിൽ 7up യൂസ് ചെയ്യുമ്പോൾ. അപ്പോൾ അതുതന്നെയാണ് നമ്മളുടെ ഈ ചിക്കൻ റെസിപ്പിയുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇത് നമുക്ക് ഗീ റൈസ്, ഫ്രൈഡ് റൈസ് അതുപോലുള്ള എല്ലാത്തിൻ്റെ കൂടെ നമുക്കിത് മാച്ച് ചെയ്യുന്നതാണ്. അതുപോലെ ചപ്പാത്തി, പൊറോട്ട എല്ലാത്തിൻ്റെ കൂടെ നമുക്കിത് സ്യൂട്ടാവും. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒന്ന് വിളമ്പി കാണിച്ചു തരാം. ഫ്രണ്ട്സ്, ഞാനിവിടെ ഗീ റൈസ് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഗീ റൈസിലേക്ക് നമ്മുടെ ചിക്കൻ പീസ് ഇട്ട് കൊടുക്കാം. മേലെ ഇതിൻ്റെ സോസ് നമുക്കിതിൽ ഒഴിച്ചു കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ഫ്രണ്ട്സ്.